നെക്സ്റ്റ് ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ എ കോമ്പോസിറ്റ്. നമ്മൾ നേരത്തെ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ എ പ്രൈം പഠിച്ചു. അപ്പോൾ അതിന് മുന്നേ ചൈനീസ് റിമൈൻഡർ തിയറം പഠിച്ചു. ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് വേണം നമ്മൾ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ എ കോമ്പോസിറ്റിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾക്കറിയാം ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് ഈ ഒരു ഫോമിലായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ കേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് പി ആയിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ എ പ്രൈം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന n എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്രൈം. അപ്പോൾ ഈ n ഒരു കോമ്പോസിറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എന്നിനെ ഫസ്റ്റ് ഫാക്ടറൈസ് ചെയ്യണം, അല്ലെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് എ മോഡലിനെ നമ്മൾ ഉപയോഗിച്ച് ഈ എന്നിന് എ സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്. n ഈക്വൾ ടു P1 ഇൻറ്റു P2 എക്സെട്രാ അപ് ടു Pk. അപ്പോൾ എന്നിനെ ഫാക്ടറൈസ് ചെയ്ത് ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്നിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഈ കോൺഗ്രുവൻസിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കോൺഗ്രുവൻസുകളാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു A1 മോഡ് P1 എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റ് പ്രൈം ഫാക്ടർ. സെക്കൻഡ് എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു A2 മോഡ്, ഇത് P1 അല്ല P2 ആണ്. P2 എന്നാണ് ഇവിടുത്തെ സെക്കൻഡ് പ്രൈം ഫാക്ടർ. അങ്ങനെ നമുക്കിവിടെ കിട്ടിയ രണ്ട് ഫാക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് കോൺഗ്രുവൻസുകൾ കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലായത്, എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു A1 മോഡ് P1, എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു A2 മോഡ് P2. അപ്പോൾ ഇത് P1 ഉം P2 രണ്ടും പ്രൈമാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പഠിച്ചത്. ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ എ പ്രൈമിനെ നമ്മളെങ്ങനെ സോൾവ് ചെയ്യാം, ആ മെത്തേഡ് ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും. x1 പ്ലസ് ഓർ മൈനസ് B1 മോഡ് P1, x2 പ്ലസ് ഓർ മൈനസ് B2 മോഡ് P2, അങ്ങനെ. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മോഡ് P1, ഇവിടെ മോഡ് P2 എക്സെട്രാ അപ് ടു മോഡ് Pk. അപ്പോൾ ഡിഫറെൻറ്റ് മോഡിലുള്ള കുറച്ച് കോൺഗ്രുവൻസുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ലീനിയർ കോൺഗ്രുവൻസുകൾ, ഈ ലീനിയർ കോൺഗ്രുവൻസുകൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്ത് മെത്തേഡ് ഉപയോഗിക്കാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യാം. അപ്പോൾ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ കോമ്പോസിറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോൾവ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു 36 മോഡ് 77. അപ്പോൾ ഈ 77 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ്, എന്ന് വെച്ചാൽ നമുക്ക് പ്രൈം നമ്പർ അല്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ പറഞ്ഞു എന്നിനെ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. സോ എന്നിനെ 77 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 77 ഈക്വൾ ടു 11 ഇൻറ്റു 7. 7ഉം 11ഉം എന്താണ്, പ്രൈം നമ്പേഴ്സാണ്. സോ P1 ഇത് P1 P2 എന്നായിട്ട് നമ്മൾ രണ്ട് പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫോം ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു A1 മോഡ് P1. സോ എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു A1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കാണുന്ന വാല്യൂ തന്നെ, ദാറ്റ് ഈസ് 36 മോഡ് ഫസ്റ്റ് പ്രൈം 11, അതുകൊണ്ട് മോഡ് 11, 36 മോഡ് 11. 11 ഇൻറ്റു 3 നമുക്ക് 33 കിട്ടും, റിമൈൻഡർ ഈസ് 3. അതുകൊണ്ട് നമുക്ക് 36നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ ദാറ്റ് ഈസ് 3 മോഡ് 11 കിട്ടും. ഇൻ നെക്സ്റ്റ് കേസിൽ എക്സ് സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു A മോഡ് P2. സോ 36 മോഡ് 7. 7 ഇൻറ്റു 5 നമുക്കറിയാം 35 ആണ്. അപ്പോൾ നമുക്ക് റിമൈൻഡർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വരെയുള്ളത് കഴിഞ്ഞു. നമ്മൾ രണ്ട് ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസുകൾ മോഡുലോ പ്രൈമായിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ മോഡുലോ കോമ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. അതിന് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസുകൾ മോഡുലോ പ്രൈം ആക്കി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് മോഡുലോ പ്രൈമിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതേ അപ്രോച്ച് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മോഡുലോ വാല്യൂ, അതായത് പ്രൈം വാല്യൂസിനെ നമുക്ക് 4k+3 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. സോ 11നെയും 7നെയും. അപ്പോൾ കേക്ക് ഓരോ വാല്യൂസ് ട്രയൽ ആൻഡ് ട്രൈ ചെയ്ത് നോക്കുക, ഏത് കൊടുക്കുമ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് നോക്കുക. സോ കേക്ക് 1 കൊടുത്താൽ 4 ഇൻറ്റു 1 + 3 നമുക്ക് എന്ത് കിട്ടും, 7 കിട്ടും. സോ 7 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഫോം ഓഫ് 4k+3, 4 ടൈംസ് k + 3. അതുപോലെ 11ൻ്റെ കേസിലാണെങ്കിലോ 4 ഇൻറ്റു 2 + 3, അവിടെയും 4k+3 പറ്റും. 4 ഇൻറ്റു 2 8 + 3 = 11. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ 3 എന്ന് പറയുന്നത് നമ്മളുടെ 11ലെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1 എന്ന് പറയുന്നത് 7ൻ്റെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണോ എന്ന് നോക്കുക. സോ ചെക്ക് വെദർ 3 is a quadratic residue of 11 and check whether 1 is a quadratic residue of 7. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അപ്രോച്ച് എന്ന് പഠിച്ചതാണ്, യൂളേഴ്സ് ക്രൈറ്റീരിയ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ A⁻p−1/2 is congruent to 1 mod p കിട്ടുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി പറയാൻ, ഞാൻ A⁻p−1/2. ഇവിടെ ഈ കേസിൽ നമ്മൾ നോക്കുക, A എന്ന് പറഞ്ഞാൽ 3 ആണ്, 3p എന്തുവാണ്, 11 ആണ്. p−1 എന്ന് പറയുമ്പോൾ 11 - 1 ദാറ്റ് ഈസ് 10/2. സോ A⁻p−1/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, കോൺഗ്രുവൻറ്റ് ടു 1 mod 11 ആക്കി കിട്ടണം. നമുക്കറിയത്തില്ല, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയുള്ളൂ കിട്ടുമോ. സോ 10/2 എന്ന് പറയുമ്പോൾ നമുക്ക് 5 കിട്ടും, ദാറ്റ് ഈസ് 3/5. 3/5ൻ്റെ വാല്യൂ 243 ആണ്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് റിമൈൻഡർ വാല്യൂ ഓഫ് 1 mod 11. അപ്പോൾ 3ക്ക് നമുക്ക് കോൺഗ്രുവൻറ്റ് ടു 1 mod 11 ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് 3 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ഓഫ് 11. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 1 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ഓഫ് 7 ആണോ എന്ന് നോക്കുക. അങ്ങനെ A⁻p−1/2 ആണ് ചെയ്യേണ്ടത്. സോ A എന്ന് പറഞ്ഞാൽ 1, P എന്ന് പറഞ്ഞാൽ 7 - 1. P എന്ന് പറഞ്ഞാൽ 7, അപ്പോൾ 7 - 1 എന്ന് പറയും P - 1, അതായത് 6/2. സോ 1 raised to
6/2 is congruent to 1 mod 7. So 1 raised to 3 എന്ന് പറഞ്ഞാൽ is congruent to 1 mod 7. അവിടെ നമുക്ക് എന്ത് കിട്ടി? So 1 is a quadratic residual of 7. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ സൊല്യൂഷൻസ് എഴുതാം. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. a raised to p plus 1/4 mod 11 അല്ലെങ്കിൽ mod p ആണ് വരേണ്ടത്. അപ്പോൾ a raised to p plus 1/4. ഈ കേസിലാണെങ്കിൽ എയുടെ വാല്യൂ 3. p plus 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 11 plus 1 12 ആയി ബൈ 4 അതാണ് എഴുതിയിരിക്കുന്നത്. 3 raised to 11 plus 1/4 mod p. 11 plus 1 എന്ന് പറയുമ്പോൾ 12 വരും. 12/4 വരുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. സോ 3 raised to 3 mod 11. 3 raised to 3 നമുക്ക് 27 ആണെന്നറിയാം. 27 mod 11 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 into 2 ആണ് 22. 22 കഴിഞ്ഞ റിമൈൻഡർ ഈസ് 5. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടി? +or-5 mod 11 ആണ് ഫസ്റ്റ് കേസിലെ സൊല്യൂഷൻ. അല്ലെ ഫസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ, ഈ ക്വാഡ്രാറ്റിക് കോൺവെൻസിന് സൊല്യൂഷൻ കിട്ടുന്നത് +5ഉം -5ഉം. അതുപോലെ രണ്ടാമത്തെ സൊല്യൂഷൻ അവിടെ ഇതേ ഇക്വേഷൻ തന്നെ a raised to p plus 1/4. എന്ന് പറഞ്ഞാൽ എന്താണ്? 1. p എന്ന് പറഞ്ഞാൽ 7. 7 plus 1/4. 7 plus 1 എന്ന് പറയുമ്പോൾ എത്രയായി? 8 ആയി. 8/4 എന്ന് പറയുമ്പോൾ എത്രയായി? 2 ആയി. സോ x is congruent to 1 square mod 7. ഈ 2 നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? p plus 1/4. 7 ആയിരുന്നു ഇവിടെ p. അപ്പോൾ 7 plus 1/4 അതായത് 8/4 എന്നാണ് ഈ 2 കിട്ടിയത്. സോ x is congruent to +or-1 mod 7. അപ്പോൾ രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് കോൺവെൻസിൻ്റെ സൊല്യൂഷൻ നമുക്ക് +or-1 കിട്ടി. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് എവിടെ വരെ എത്തി? ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഈ ക്വാഡ്രാറ്റിക് കോൺവെൻസിൽ മോഡുലോ പ്രൈം നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് സെറ്റ് ഓഫ് ലീനിയർ കോൺവെൻസുകളായിട്ട് വാല്യൂസ് കിട്ടി. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. x = +or-5ഉം x = +or-1 mod 7. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് ഫോം ചെയ്യുക. സോ ടേക്ക് ഓൾ കോമ്പിനേഷൻ ഓഫ് ദി സൊല്യൂഷൻസ്. എക്സിന് +1ഉം -1ഉം അതുപോലെ എക്സിന് +5ഉം -5ഉം. അപ്പോൾ നമുക്ക് എന്തായി? പറ്റുന്ന എല്ലാ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് 4 സെറ്റ് കോമ്പിനേഷൻ കിട്ടും. ഇവിടെ +1, ഇവിടെ +5, +1 -5, -1 +5, -1 -5. അപ്പോൾ ഇനി ഇതിൽ ഫസ്റ്റ് സെറ്റ് നമ്മൾ എടുത്ത് നോക്കാം. 1 mod 7ഉം 5 mod 11ഉം. നമുക്ക് എന്താ മനസ്സിലായത്? എക്സ് ആണ് നമ്മളുടെ വേരിയബിൾ, ഒറ്റ വേരിയബിൾ ഉള്ളൂ, സിംഗിൾ വേരിയബിൾ ആണ്. മോഡുലോ 7ഉം മോഡുലോ 11 എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് മോഡുലയാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യാം. സോ സോൾവ് ദി സെറ്റ്സ് യൂസിങ് ചൈനീസ് റിമൈൻഡർ തിയറം. നമ്മളുടെ ഫസ്റ്റ് സെറ്റ് എഴുതിയിരിക്കുന്ന 1 mod 7ഉം 5 mod 11ഉം. 1 mod 7 and 5 mod 11. ഇനി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നേരെ ചൈനീസ് റിമൈൻഡർ തിയറി എടുത്ത് അപ്ലൈ ചെയ്യുക. അതേ പ്രോസസ്സിന് ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ ആദ്യം ക്യാപിറ്റൽ n കണ്ടുപിടിക്കുന്നു. സ്മോൾ n1 ഇൻറ്റു സ്മോൾ n2. ഇവിടെ നമുക്ക് 7 ആണ് മോഡിൽ, ഇവിടെ 11 ആണ്. 7 × 11 = 77. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ n1ഉം ക്യാപിറ്റൽ n2ഉം കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ n1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്യാപിറ്റൽ n ഡിവൈഡ് ബൈ സ്മോൾ n1. സോ 77 ഡിവൈഡ് ബൈ 7 = 11 കിട്ടും. ഇനി ക്യാപിറ്റൽ n2 കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ n ബൈ സ്മോൾ n2. ഇക്വേഷൻസ് ഞാനിവിടെ എഴുതി വെക്കുന്നില്ല. ഇതൊക്കെ നേരത്തെ നമ്മൾ ചൈനീസ് റിമൈൻഡർ തിയറിയിൽ പറഞ്ഞു പോയതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ഇത് നോക്കാം. അപ്പോൾ 77 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 7. നെക്സ്റ്റ് നമ്മൾ 2 ലീനിയർ കോൺവെൻസുകൾ ഫോം ചെയ്യുക. n1 ക്യാപിറ്റൽ n1 x1, അതായത് 11 x1 is congruent to 1 mod നമ്മളുടെ p 7. ഇനി ഈ ഒരു കോൺവെൻസിൻ്റെ മീനിങ് എന്തുവാണ്? നമുക്ക് x1 മാത്രമേ അറിയാത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് x1 കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ 11x1 - 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് നമുക്ക് 11x1 - 1 ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് എഴുതിയിരിക്കുന്നത്. 7 divides 11x1 - 1. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? x1 ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 11 × 2 22 കിട്ടും. 22 - 1 പറയുമ്പോൾ 21 കിട്ടും. 21 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ x1ൻ്റെ വാല്യൂ 2 കിട്ടും. ലീനിയർ കോൺവെൻസ് ഫോം ചെയ്യാം. അപ്പോൾ n2 x2, അതായത് 7x2 is congruent to 1 mod 11. ഇനി ഇതിനകത്ത് 7x2 - 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡർ ആയിട്ട് x2ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. x2ന് 8 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 8 7 56 - 1 എന്ന് പറഞ്ഞാൽ 55. 55 നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ x2ൻ്റെ വാല്യൂ നമുക്ക് 8 കിട്ടി. അപ്പോൾ x1 x2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വാല്യൂസ് a1 x1 ക്യാപിറ്റൽ n1. a1 എന്ന് പറഞ്ഞാൽ ഇത്, x1 എന്ന് പറഞ്ഞാൽ ഇത്, ക്യാപിറ്റൽ n1 എന്ന് പറഞ്ഞാൽ 11. സോ 1 × 2 × 11 അതാണ് എഴുതിയിരിക്കുന്നത്. പ്ലസ് a2 x2 n2. a2 എന്ന് പറഞ്ഞാൽ 5, x2 = 8, n2 = 7. സോ 5 × 8 × 7 എന്നാണ് സെക്കൻഡ്. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, വി വിൽ ഗെറ്റ് ദ വാല്യൂ 302 mod 77. ഇതിനെ നമ്മൾ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വി വിൽ ഗെറ്റ് ദ റിമൈൻഡർ വാല്യൂ ഓഫ് 71 mod 77. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ആക്കികൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. 71ന് നെക്സ്റ്റ് മൾട്ടിപ്ലൈ ഏതായിരിക്കും? 77 കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത 77 എന്ന് പറഞ്ഞായിരിക്കും അടുത്ത മൾട്ടിപ്ലൈ ആയിട്ട് വരിക. അപ്പോൾ 71ഉം 77ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. ദാറ്റ് ഈസ് 6. അതിന് സൈൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഈ സെറ്റുകളിൽ ഫസ്റ്റ് സെറ്റിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ തേർഡ് സെറ്റിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. x is congruent to -1 mod 7ഉം x is congruent to 5 mod 11. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോർഷൻ ക്യാപിറ്റൽ n, n1, n2,
രണ്ട് ലീനിയർ കോൺട്രിബ്യൂൻസിൽ ഇവിടെ എല്ലാം ഒരു ചേഞ്ചും ഇല്ല. നമുക്ക് ആ വാല്യൂ മാറ്റമേ ഇവിടെ ഉള്ളൂ. ഈ -1 ഈ 5 മാത്രമാണ് ചേഞ്ച്, 5 ചേഞ്ച് ഇല്ല, 5 നമുക്ക് സെയിം ആണ്. ഈ 1 മാത്രം ഇവിടെ -1 ആയെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഈ പോർഷനൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ N കണ്ടുപിടിച്ചു, ക്യാപിറ്റൽ N1 കണ്ടുപിടിച്ചു, N2 കണ്ടുപിടിച്ചു. ഇതെല്ലാം ഇതേ പ്രോസസ്സ് തന്നെ, ഇതേ വാല്യൂസും തന്നെ. അതിൽ ഫസ്റ്റ് ലീനിയർ കോൺട്രിബ്യൂൻസ് x1 2 കിട്ടി, സെക്കൻഡ് ലീനിയർ കോൺട്രിബ്യൂൻസ് x2 8 കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഫൈനൽ സൊല്യൂഷൻ, ഈ ചെയ്ത പ്രോസസ്സ് ഫൈനൽ സൊല്യൂഷൻ x ഈക്വൽ ടു a1 x1 n1. ഇവിടെ a1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അതാണ് ആകെയുള്ള ചേഞ്ച്. സോ -1 ഇൻറ്റു 2 ഇൻറ്റു 11. ഇവിടെ +1 2 ഇൻറ്റു 11 ആയിരുന്നു. ഇവിടെ എന്തായി? -1 ഇൻറ്റു 2 ഇൻറ്റു 11. സെക്കൻഡിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? a2 സെയിം ആണ്, n2 സെയിം ആണ്, x2 സെയിം ആണ്. ഇതേപോലെ തന്നെ 5 ഇൻറ്റു 8 ഇൻറ്റു 7. സിംപ്ലിഫൈ ചെയ്യുക, വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 258 mod 27. പിന്നെ ഡിവൈഡ് ചെയ്യുക 77 കൊണ്ട്, റിമൈൻഡർ വാല്യൂ നമുക്ക് 27 കിട്ടും. സോ സൊല്യൂഷൻസ് ആർ, നമ്മളിപ്പോൾ 2 എണ്ണത്തിനല്ലേ ചെയ്തോളൂ പെയറിൽ. ബാക്കി 2 നമ്മൾ ചെയ്യാതെ തന്നെ നമുക്ക് അത് എഴുതാൻ പറ്റും. കാരണം നമുക്ക് കിട്ടിയ ആൻസേഴ്സിന് സൈൻ ചേഞ്ച് വെച്ചിട്ട് റിപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് സൊല്യൂഷൻ -6 ആയിരുന്നു. -6ഉം +6ഉം അതുപോലെ +27ഉം -27 ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ഇപ്പോൾ 2 എണ്ണം ചെയ്താൽ മതി. സോ സൊല്യൂഷൻസ് ആർ x = +or -6 and +or -27.